ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ EVSൻ്റെ ഇനി വരാൻ പോകുന്ന പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 3 പാഠങ്ങളാണ് ഉള്ളത്. അപ്പോൾ 3 പാഠങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള വരാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർക്കുക. പിന്നെ അതുകൂടാതെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഓർക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അതിലെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒബ്സർവ് ദ പാർട്സ് ഓഫ് എ പ്ലാന്റ് ഗിവൺ ഇൻ ദ പിക്ചർ, ലേബൽ ദ മിസ്സിംഗ് പാർട്സ്. അപ്പം നമ്മൾ പ്ലാൻ പാർട്സ് നമുക്ക് അറിയാം. പ്ലാൻ പാർട്സ് ഏതൊക്കെയാണ് നമ്മളത് എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ നെയിംസ് എഴുതാനായിട്ട് അറിയാം. അപ്പോൾ എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഈ തന്നിരിക്കുന്ന പിക്ചറിൽ വിട്ടുപോയിട്ടുള്ള പ്ലാൻ പാർട്സ് ഏതൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ മിസ്സായി പോയെടുത്ത് എഴുതുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? റൂട്ട് ഉണ്ടല്ലേ, റൂട്ട്. പിന്നെ അതുപോലെ സ്റ്റെം. ഇനി അടുത്തത് ലീഫുണ്ട്, ദെൻ ഫ്ലവർ, പിന്നെ ഫ്രൂട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കിതിൽ എഴുതാം. ഇതിൻ്റെയൊക്കെ സ്പെല്ലിങ്സ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. ഇനി അതിൻ്റെ ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ ബി ഭാഗം നോക്കിക്കേ. ദ സ്റ്റെം ആൻഡ് ലീഫ് ആർ സേയിങ് സംതിങ്. ലിസൺ, ഇവിടെ സ്റ്റെമ്മും ലീഫും എന്തോ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കിക്കേ. സ്റ്റെം എന്താണ് പറയുന്നത്? ക്യാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ്. സ്റ്റെം എന്താണ് ചെയ്യുന്നത്? റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറും ന്യൂട്രിയൻസും എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു? ചെടിയുടെ ബാക്കി അല്ലെങ്കിൽ ലീവ്സിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി ലീഫ് എന്താണ് പറയുന്നത്? പ്രിപ്പേഴ്സ് ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ആഹാരം ഉണ്ടാക്കുന്നത് ആരാണ്? ലീഫ്, ഇലകളാണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? വാട്ട് മൈറ്റ് ദ ഫ്രൂട്ട് അല്ല കേട്ടോ, റൂട്ടാണ്. അതെ, വാട്ട് മൈറ്റ് ദ റൂട്ട് സേ ഓൺ ഹിയറിങ് ദിസ്. അപ്പോൾ റൂട്ട് എന്തായിരിക്കും പറയുന്നത്? ഇത് കേൾക്കുമ്പോൾ റൂട്ട് എന്തായിരിക്കും പറയുന്നത്? റൂട്ട്സ് ചെയ്യുന്ന 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പം അതാണ് ഇവിടെ നമുക്ക് എഴുതാനായിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ 16ാമത്തെ പേജിലാണ് സ്റ്റെം, ലീഫ്, റൂട്ട്. അതിൻ്റെ ഒരു മാച്ച് ദ ഫോളോയിങ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മളിതിൻ്റെ ഫങ്ഷൻസ് ഓരോന്നും പഠിച്ചത് അല്ലേ. അപ്പോൾ റൂട്ടിൻ്റെ ഫങ്ഷൻസ് ഇതിലേതൊക്കെയാണ്? ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഫിക്സസ് ദ പ്ലാന്റ് ഇൻ ദ സോയിൽ. പ്ലാന്റിനെ സോയിലിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നത് ആരാണ്? നമ്മുടെ റൂട്ടാണല്ലേ. ഇനി അബ്സോർബ്സ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ് ഫ്രം ദ സോയിൽ. മണ്ണിൽ നിന്ന് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ന്യൂട്രിയൻസും ഒക്കെ വലിച്ചെടുക്കുന്നത് ആരാണ്? റൂട്ടിൻ്റെ ജോലിയാണ്. ഇതാണ് റൂട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിനി ഇത് കറക്റ്റായിട്ട് ഇതുവരെ എൻ്റെ സ്പെല്ലിങ്സും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി പഠിക്കാൻ സമയമുണ്ട് കേട്ടോ. അപ്പം തന്നെ ഇത് പഠിക്കാനായിട്ട് നോക്കുക. അടുത്ത നമ്മുടെ ആക്ടിവിറ്റി 2 എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ്, ഭക്ഷണത്തിലെ വൈവിധ്യങ്ങൾ. അനു പ്രിപ്പയർഡ് എ പിക്ചർ ആൽബം ഓഫ് ക്രീച്ചേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫുഡ് ഹാബിറ്റ്സ്. അനു എന്ന് പറയുന്നൊരു കുട്ടി ഓരോ ജീവികളെ അവയുടെ ഫുഡ് ഹാബിറ്റ്, ആഹാര രീതി അനുസരിച്ച് അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്ന സ്വഭാവം അനുസരിച്ച് അതിൻ്റെ ഒരു ആൽബം പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഇവിടെ ആ ആൽബമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും മിസ്സിംഗ് നെയിംസ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ചില ആനിമൽസിൻ്റെ പേര് ഇതിൽ തന്നിട്ടുണ്ട്, ചിലതിൻ്റെ പേര് തന്നിട്ടില്ല. അപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ളവയുടെ പേര് നിങ്ങൾക്കിതിൽ എഴുതാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ലയൺ ആണ്, അത് നമ്മൾ എഴുതി. ഇനി ലാസ്റ്റുള്ള ആനിമലുണ്ട്, ഏതാണ്? ടൈഗർ. നോക്കിക്കേ, ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈസ് ദെയർ എനി ക്രീച്ചർ ഇൻ ദിസ് ആൽബം ദാറ്റ് ഡു നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓൺ ദി ബേസിസ് ഓഫ് ദ ഫുഡ് ഹാബിറ്റ്. അപ്പം ഇതിൽ ഏതെങ്കിലും ആനിമൽ, ഇവിടെ ഒറ്റയായിട്ടുള്ളൊരു ആനിമൽ, അതായത് മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആഹാരം കഴിക്കുന്ന ഒരു ആനിമൽ ഈ കൂട്ടത്തിലുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും. ഏതായിരിക്കും? ഓരോ ആനിമൽസിനെ നോക്കിക്കേ. ലയണ്, അതുപോലെ തന്നെ ഫോക്സ്, ഇതൊക്കെ എങ്ങനെയാണ് കഴിക്കുന്നത്? ഇതൊക്കെ മാംസാഹാരികളാണല്ലേ, ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ് ആണല്ലേ. എന്നാൽ ഇതിലേതായിരിക്കും ഒറ്റയായിട്ട് വരുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ് വരുന്നത്?
അതെ, ഇങ്ങനെ കഴിക്കാത്തത് ഏതാണ്? ബൈസൺ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ പേര് വേണം നമുക്കിവിടെ എഴുതാനായിട്ട്. ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓൺ ദ ബേസിസ് ഓഫ് ഫുഡ് ഹാബിറ്റ് ഫൈൻഡ് ഔട്ട് ദ ഗ്രൂപ്പ് ടു വിച്ച് ദ ഐഡൻറ്റിഫൈഡ് ക്രീച്ചർ ബിലോങ്സ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ആനിമൽ ഏത് ഗ്രൂപ്പിൽ പെടും? നമ്മൾ 3 ഗ്രൂപ്പ്സ് പഠിച്ചു ആനിമലിൻ്റെ ഫുഡ് ഹാബിറ്റ്സ് അനുസരിച്ച്. ഏതൊക്കെയായിരുന്നു? കാർണിവോസ്, ഒംനിവോസ്, ഹെർബിവോസ്. അപ്പം ഏതിൽ വരും? ഇതേതിൽ വരും? പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നത് ഏതാണ്? ഹെർബിവോസ്. കാർണിവോസ് എന്ന് പറഞ്ഞാലോ ആനിമൽസിനെ അല്ലെങ്കിൽ ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസിനെയാണ് കാർണിവോസ് എന്ന് പറയുന്നത്. ഒംനിവോസ് രണ്ടും പ്ലാന്റും അതുപോലെ തന്നെ ഫ്ലഷും രണ്ടും കഴിക്കുന്നതിനെയാണ് നമ്മൾ ഒംനിവോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആനിമൽ ഏതാണ്? ഹെർബിവോർ ആണ് അല്ലേ. ഹെർബിവോസിൽ വരും. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ നെയിം ഓഫ് അതർ ക്രീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. ഇതിൽ വരുന്ന മറ്റ് ആനിമൽസിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതാൻ പറ്റും? അപ്പോൾ ഏതൊക്കെ ആനിമൽസിൻ്റെ പേര് നമുക്ക് എഴുതാം? ഹെർബിവോസിൽ വരുന്ന കൗ, ഗോഡ്, ജിറാഫ്, റാബിറ്റ് ഇങ്ങനെയുള്ള ആനിമൽസിൻ്റെ പേര് നമുക്കതിൽ എഴുതാം. ഇനി അതിൻ്റെ സി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലുക്ക് അറ്റ് ദ പിക്ചർ. റൈറ്റ് the body features of leopard which help in collecting food. അപ്പോൾ ഇവിടെ ഒരു ലെപ്പാർഡിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിന് ഫുഡ് കളക്ട് ചെയ്യാൻ അതിനെ സഹായിക്കുന്ന എന്ത് ബോഡി ഫീച്ചറാണ് അതിന് ഉള്ളത്? എന്ത് ബോഡി ഫീച്ചറാണ് ഉള്ളത്? നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. അതായത് കാർണിവോസ് ആയിട്ടുള്ള ആനിമൽസിന് ഷാർപ്പ് ടീത്തും നെയിൽസും അതിൻ്റെ ബോഡി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അല്ലേ. അപ്പോൾ അത് വേണം ഇവിടെ എഴുതാനായിട്ട്. അപ്പം ഇവിടെ 3 ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? സ്ട്രോങ് ബോഡി, അതിൻ്റെ ബോഡി ഭയങ്കര സ്ട്രോങ് ആണല്ലേ. ഷാർപ്പ് ക്ലോസ്, അതിൻ്റെ കൂർത്ത ക്ലോസ് നഖങ്ങൾ. അതുപോലെ ഷാർപ്പ് ആൻഡ് പോയിൻറ്റഡ് ടീത്ത്, അതിൻ്റെ പല്ലുകൾ, കൂർത്ത പല്ലുകൾ. ഇതൊക്കെയാണ് അതിന് ഫുഡ് കളക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അതിൻ്റെ ബോഡി ഫീച്ചേഴ്സ്. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നോക്കിക്കേ. ആക്ടിവിറ്റി 3, ലെറ്റ് us ക്ലാസിഫൈ. Anu and her friends decided to plant spinach, hibiscus, rose, neem, guava and tomato to expand the biodiversity garden. അനുവിൻ്റെ കൂട്ടുകാരും കൂടി ചില പ്ലാന്റ്സ് ഒക്കെ നട്ട് അവരുടെ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണ്? സ്പിനച്ച്, ഹിബിസ്കസ്, റോസ്, നീം, ഗുവാവ, ടൊമാറ്റോ. ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? ഈ ചെടികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ക്ലാസിഫൈ അക്കോർഡിംഗ് ടു ദെയർ ഫീച്ചേഴ്സ്. അതിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് അവയെ തരം തിരിച്ച് എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ്? നമ്മൾ പ്ലാന്റ്സിനെ 3 തരം തിരിച്ചു, ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയായിരുന്നു? ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് അല്ലേ. നോക്കിക്കേ, ഇതിൽ ഹെർബ്സ് ഉണ്ട്, ഷ്രബ്സ് ഉണ്ട്, അതുപോലെ തന്നെ ട്രീസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എഴുതാം. അപ്പോൾ ഇതുപോലെ 3 അതിനെ ക്ലാസിഫൈ ചെയ്ത് എഴുതി. ഷ്രബ്, ഹെർബ്സും ട്രീയും. ഷ്രബിൽ വരുന്ന ഏതൊക്കെയാണ്? റോസ്, ഹിബിസ്കസ്. ഹെർബിലോ സ്പിനച്ച്, ടൊമാറ്റോ. ട്രീസിൽ ഏതൊക്കെയാണ് വരുന്നത്? നീമും ഗുവാവയും വരും. ഇനി അടുത്തത് ബി ക്വസ്റ്റ്യനിലേക്ക് പോയിക്കേ. You have seen many plants on your surroundings sprouting out from seeds and growing from stems. Write them in the table. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വിത്തിൽ നിന്ന് മുളയ്ക്കുന്നത്, സീഡ്സിൽ നിന്ന് ഉണ്ടാവുന്നതും അതുപോലെ തണ്ടിൽ നിന്നുണ്ടാവുന്നതുമായിട്ടുള്ള ചെടികളുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ടേബിളിൽ എഴുതാനായിട്ടാണ് പ്ലാന്റ്സ് ഗ്രോയിങ് ഫ്രം സ്റ്റെംസും സ്പ്രൗട്ടിങ് ഫ്രം സീഡ്സും. അങ്ങനെ 2 ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേബിളിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതാം? സ്റ്റെമ്മിൽ നിന്നുണ്ടാവുന്നത് ഏതൊക്കെയാണെന്ന് എഴുതാം. ഇവിടെ 2 പേര് വെച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒന്നേതാ? സ്റ്റെമ്മിൽ നിന്ന് നമുക്ക് തണ്ട് വെച്ചല്ലേ, സ്റ്റെം വെച്ചിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരെണ്ണം ജാസ്മിൻ, മുല്ലച്ചെടിയാണ്. പിന്നെ അതുപോലെ റോസ്. ഇനിയും സീഡിൽ നിന്നുണ്ടാകുന്നതോ? പംകിൻ, മത്തൻ ഉണ്ടാകുന്നത് വിത്തിൽ നിന്നാണ് അല്ലേ. അതുകൂടാതെ മാംഗോ, മാവ്, അതും അതിൻ്റെ സീഡിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അടുത്ത് നമ്മൾ ആക്ടിവിറ്റി 4ലേക്ക് വരുമ്പോൾ മെനി ഫോംസ് 1 ലൈഫ്. അപ്പോൾ നമുക്കിവിടെ എ പാർട്ടിൽ ഒരു ബട്ടർഫ്ലൈയുടെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് കളർ ചെയ്യാൻ വേണ്ടി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ബി പാർട്ടിലേക്ക് വരുമ്പോൾ അവിടെ ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിളിൽ പല സ്റ്റേജസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഓരോന്നും അതിൻ്റെ പേരെഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ് വരുന്നത്? എഗ്ഗ്. അപ്പോൾ എഗ്ഗിൻ്റെ താഴെ നമ്മൾ എഗ്ഗ് എന്ന് കൊടുക്കുക. ഇനി അടുത്തതോ?
അടുത്ത സ്റ്റേജ് വരുന്ന ഏതാണ്? കാറ്റർപില്ലർ. അപ്പോൾ നമ്മളവിടെ കാറ്റർപില്ലർ എന്ന് എഴുതി. അടുത്തതോ പ്യൂപ്പ. അപ്പോൾ അവിടെ പ്യൂപ്പ എന്നുള്ളത് കൊടുക്കുക. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? ബട്ടർഫ്ലൈ. അപ്പോൾ ബട്ടർഫ്ലൈ എന്നുള്ളത് അവിടെ എഴുതാം. ആക്ടിവിറ്റി 5 മെനി വേയ്സ് ഓഫ് മൂവ്മെൻറ്റ്. ഇവിടെ കുറച്ച് ക്രീച്ചേഴ്സിൻ്റെ പേര് തന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പം നമുക്ക് എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ക്ലാസിഫൈ ദീസ് ക്രീച്ചേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ മോഡ് ഓഫ് മൂവ്മെൻറ്റ്. അതിൽ അതിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് അവയെ തരംതിരിച്ച് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് മൂവ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചത്? ഫ്ലൈയിങ് ക്രീച്ചേഴ്സ് ഉണ്ട്, വാക്കിംഗ് ഉണ്ട്, അതുപോലെ ഇഴഞ്ഞു പോകുന്ന ക്രൗളിംഗ് ഉണ്ട് അല്ലേ. അപ്പോൾ അതനുസരിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? നമുക്കിവിടെ മിസ്സായിട്ടുള്ള 2 ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് ക്രൗളിങ്ങും മറ്റൊന്ന് വാക്കിങ്ങും ആണ്. പിന്നെ ഫ്ലൈയിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് ആ ലിസ്റ്റിൽ നിന്ന് കറക്റ്റ് ആനിമൽസിൻ്റെ പേര് നിങ്ങൾക്ക് എടുത്ത് എഴുതാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 6 വാട്ടർ ഫോർ ലൈഫ്. എ റീജിയൻ വിത്ത് സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ ഇസ് ഷോൺ. ഇവിടെ വരണ്ട ഒരു പ്രദേശം ഇവിടെ കാണിച്ചിട്ടുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദർ ഈസിൻറ്റ് ഇനഫ് വാട്ടർ. ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പിക്ചറിൽ കാണുന്നത് പോലെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വെള്ളമില്ലെങ്കിൽ സംഭവിക്കുക? അത് നിങ്ങളൊന്ന് ആലോചിച്ചൊന്ന് എഴുതിക്കുക. വെള്ളമില്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും നടക്കുക, അല്ലെങ്കിൽ എന്ത് നടക്കില്ല എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങളതൊന്ന് എഴുതുക. ബി ക്വസ്റ്റ്യൻ കണ്ടോ? റൈറ്റ് ഡൗൺ എ ഫ്യൂ സിറ്റുവേഷൻസ് ഇൻ വിച്ച് വാട്ടർ ഇസ് വേസ്റ്റഡ്. വെള്ളം പാഴായി പോകുന്ന ചില സന്ദർഭങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബുക്കിലല്ലേ, നമ്മൾ നോട്ട്സ് എഴുതിയിട്ടുണ്ട്. അപ്പം ഏതൊക്കെയാണ് ആ സിറ്റുവേഷൻസ് എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ബി ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നത്. ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ വാട്ട് ക്യാൻ വി ഡു ടു സ്റ്റോപ്പ് വേസ്റ്റിംഗ് വാട്ടർ. നമുക്ക് വെള്ളം വേസ്റ്റ് ആവുന്നത് തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം അതുകൂടെ ഇവിടെ ഓരോ പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾ എഴുതുക. നമ്മൾ ആ പാഠത്തിൽ മൂന്നാമത്തെ ആ പാഠത്തിൽ നമ്മൾ പഠിച്ചു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പം അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയാണ് കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ. ഇതുകൂടാതെ നിങ്ങൾ ടെക്സ്റ്റിലെ ബാക്കി ഭാഗങ്ങളും കൂടി നോക്കുക, പഠിക്കുക. കേട്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്